ഇങ്ങനെ പേരെടുക്കുന്ന നിങ്ങൾ ആരാധനോ നമ്മള് ജമാഅത്ത് കമ്മിറ്റികൾ ഉണരണം. ദൂർത്തിനെതിരെ, ദുർബലത്തിനെതിരെ. അങ്ങനത്തെ അനാവശ്യമായ ഫുഡൊന്നും നമുക്ക് വേണ്ട. ഒരു മാക്സിമം ഒരു മനുഷ്യന് കഴിക്കാനുള്ളത് കൊടുത്താൽ മതി. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇന്നാളിപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു 800 ആളുടെ സദ്യയാണോ, ഒരാൾക്ക് 1200 റുപ്യാന്നാ പറഞ്ഞു. എന്ത് തീറ്റിയിട്ടില്ലത്? 32 സൈസ് അച്ചാറാന്നാ പറഞ്ഞു. 32 സൈസ് അച്ചാർ. എന്ത് ഹലാക്കിന്റെ കൂട്ടൽ? അതെന്താ അച്ചാർ ഹോൾസെയിൽ റിട്ടയിലോ? നിങ്ങൾ ആലോചിച്ചോക്ക്. ഈ സമുദായത്തിലല്ലേ തീർച്ചയായും ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കുക രാജ്യം ഇത്ര കൊടുക്കണേ വെച്ചു. ഇപ്പൊ ഇവിടെ എങ്ങനെയെന്നറിയില്ല. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇപ്പൊ പാവം പറയുന്ന പണി 8 ഗ്രാമിന് ഇത്ര, അപ്പൊ എത്ര പാവം കണക്കൂട്ടി അരിച്ച് പണിക്കൂലി ഇത്ര, പണിക്കുറവ് ഇത്ര, തേയ്മാനം ഇത്ര, ക്യാരറ്റ് ഇത്രതോ കണക്കാക്കാൻ നേരല്ല. അത് മൊത്തത്തിൽ ഇപ്പൊ കല്യാണ നിശ്ചയം പറ അയാൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു 15 കിലോ സ്വർണവും മൊത്തം അപ്പൊ മത്തി കണക്ക് കൂട്ടുന്ന പോലെ സ്വർണത്തിന്റെ കണക്ക്. ഉറുപ്പ്യ 12,500 സ്വർണത്തിന്റെ വിലാമെന്നും ബാധകമല്ല. 5 കിലോനും 10 കിലോനും സ്വർണം. 52 ലക്ഷം റുപ്യയുടെ കാറ് മിനിഞ്ഞാനത്തെ മാതൃഭൂമി കണ്ടോ നിങ്ങള്? തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരില് RD ഓഫീസിൽ ഒരു നമ്പർ ലേലം വിളിച്ചു. ഒരു മോട്ടോർ സൈക്കിളിന്റെ നമ്പർ ലേലത്തിൽ വിളിച്ചത് ഒരു മുസ്ലിമ്. നമ്പറിന്റെ വില 12 ലക്ഷം റുപ്യ. അല്ലാഹുവേ, മോട്ടോർ സൈക്കിളിന്റെ വില കേട്ടപ്പോ തല കറങ്ങി. 46 ലക്ഷം. എന്നിട്ട് ഓടിക്കണ ഈ കുന്ത്രാണ്ട റോട്ട് കൂടെ ദാഗെടുക്കുന്ന തകടങ്ങനെ അവിടെ വീണു അല്ലേ? 46 ലക്ഷത്തിന്റെ മോട്ടോർ സൈക്കിളും 12 ലക്ഷം റുപ്യയുടെ അതിന് നമ്പർ കൊണ്ടുപോയി നടക്കാനുള്ള റോഡ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവര്, വിവരദോഷം കാണിക്കുന്നവന്റെ പേരോ മുസ്ലിം. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കുവൈത്ത് എന്ന് പറയുന്ന രാജ്യത്ത് ജോലിയെടുക്കുന്ന ആളുകൾ ഇവിടെ ദുബായിൽ ജോലിയെടുക്കുക ആചാര്യന്റെ കൂടെ. എന്താ കുവൈത്തിന് സംഭവിച്ചത്? 1980 ഇറാഖ് എന്ന് പറയുന്ന രാജ്യം കയറി കുവൈത്തിനെ കയറി പിടിച്ചപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുണ്ടായിരുന്ന കുവൈത്ത് സെക്കൻഡ് കൊണ്ട് എത്തിയുമായി പോയി. കുവൈത്തിലുള്ള അറബികളൊക്കെ ജീവൻ കിട്ടാൻ വേണ്ടി അമ്മാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ബോർഡറിലെത്തി. അന്നാണ് കുവൈത്തിലുള്ള ഒരു അറബി ₹1.50 ഫീസ് കൊടുത്താൽ കിട്ടുന്ന ഒരു ബോട്ടൽ വെള്ളത്തിന് ഒരറബി സ്വന്തം കുടുംബത്തിലാണ് കുത്തിക്കൊന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത്. പ്രിയപ്പെട്ടവര്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയവന. പണം തന്നത് കൊണ്ടുപോയി ദൂർത്തടിക്കാനല്ല. നീ തിന്നോ, കുടിക്കോ, വീടുണ്ടാക്കിക്കോ, ഭാര്യക്ക് കൊടുത്തോ, മക്കൾക്ക് കൊടുക്കോ, ബാക്കി പാവങ്ങൾക്ക് കൊടുക്ക്. അല്ലാഹുവിനെ നിസ്കരിക്കാൻ മനോഹരമായ പള്ളി ഉണ്ടാക്ക്. നിങ്ങളുടെ മക്കൾക്ക് ദീന് പഠിപ്പിക്കാൻ മദ്രസ ഉണ്ടാക്ക്. നാട്ടിൽ എത്ര പാവങ്ങളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വീടുണ്ടാക്കി കൊടുക്ക്. നിറഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികൾ വിവാഹപ്രായമായി നിൽക്കുമ്പോ നീ 1000 പവൻ നിന്റെ മകൾക്ക് കൊടുക്കുമ്പോ ഒരു 100 പവൻ അത് മാറ്റിവെച്ച് പാവപ്പെട്ട 10 കുട്ടികൾക്ക് ഒരു 10 പവൻ വീതം കൊടുക്ക്. എത്ര ഹൃദയ വിശാലമുണ്ട്. 1500 റുപ്യയുടെ ഫുഡ് കൊടുക്കുന്നത് ഒരു 100 റുപ്യയുടെ ഫുഡാക്കി കൊടുക്കിയിട്ട് ബാക്കി വരുന്ന പണം പാവപ്പെട്ടവരുടെ ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ചെലവഴിക്കൂ. നമ്മുടെ ഈ സമൂഹത്തിൽ എത്രയെത്ര ക്യാൻസർ രോഗികളാ, എത്രയെത്ര കുഷ്ഠരോഗികളാ, എത്രയെത്ര വെള്ളപ്പാണ്ടുള്ളവരാ, എത്രയെത്ര വീടില്ലാത്തവരാ, എത്രയെത്ര കുടുംബങ്ങൾ അനാഥരായി കിടക്കുന്നവരാ. അവരെ സഹായിക്കാനല്ലേ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾപ്പിച്ചത്. അതുകൊണ്ട് ഈ ജന്മദിനം ഒരു സന്ദേശമാകട്ടെ. ലോക മുസ്ലിങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലളിതമായ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. റസൂലുള്ള ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂലില്ലായിരുന്നുവെങ്കിൽ പെണ്ണെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ അവസ്ഥ ഇന്നിതാകുമായിരുന്നില്ല. അവർ ലോകത്തിന്റെ മേറ്റിൽ ഈ പെണ്ണാകുമായിരുന്നില്ല. അന്ന് റസൂലുള്ള ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പെണ്ണിന്റെ അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇന്ന് ജീവനോടെ പെണ്ണെന്ന് പറയുന്ന വർഗമില്ല. ഇവിടെ സ്വവർഗ കല്യാണം കഴിക്കുമായിരുന്നു എല്ലാവരും. 10 അംഗീകാരം കൊടുത്തു കണ്ടില്ല നിങ്ങള്? സ്വവർഗഭോഗം നിയമവിധേയാക്കിയപ്പോ ആണും തമ്മിൽ വ്യഭിചാരം നടത്തിയ തെറ്റല്ല. ആണും തമ്മില് പ്രണയിക്കുന്നത് തെറ്റല്ല. ആണും തമ്മില് ശാരീരികമായി ബന്ധപ്പെടുന്നത് അത് മൗലികാവകാശമാണെന്ന് ചില വിദ്വാന്മാര് വായിക്കുന്നത്. ഏറ്റവും നല്ല പണി അതാ. കുറെ ആണും അങ്ങോട്ട് കല്യാണം കഴിച്ചു പോയാ
പിന്നെ പെണ്ണും തമ്മിലാണ് കല്യാണം കഴിച്ചു പോയാൽ ഒരു 19 കൊല്ലം കഴിയുമ്പോഴത്തിന് ഇതൊക്കെ കൊട്ടിയാക്കി നമുക്ക് സുഖമായി പോകാം. പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല, ഒന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്ത് പുരോഗതി എന്നാണോ ഇതിന്റെ പേര്? സാവലാക്ക് പുരോഗതി. പുരോഗതി ആണ് തമ്മിൽ ലൈംഗിക ബന്ധം നടത്തുന്നത് വലിയ പുരോഗതി നടത്തണേ. പ്രേമിക്കാൻ ഒരു ദിനം, പ്രേമിക്കാൻ ഞാനിങ്ങനെ ഇവിടെ പറയേണ്ട കാര്യമല്ല. ഇങ്ങനെ പറയാതിരുന്ന പിന്നെ നിങ്ങളെങ്ങനെ ഇത് മനസ്സിലാക്കുക? പിന്നെ നിങ്ങളെ ഇവിടുന്ന് കിട്ടുക വായിന്ന് പറയാതിരുന്ന റോട്ടിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ചോദിക്കുന്ന എല്ലാവരോടും പറയാ, ഇതെല്ലാ പുരോഗതി, ഇതെല്ലാ രാജ്യത്തിന്റെ പുരോഗതി, ഇത് മനുഷ്യവംശത്തിന്റെ നാശം കുറിക്കുന്ന പുരോഗതിയാണ്. എല്ലാ മനുഷ്യ സ്നേഹികളോടും പറയാൻ ഇതിനെതിർക്കപ്പെടണം. ഈ പ്രേമിക്കാൻ വേണ്ടി ഒരു ദിവസം ഇവിടെ ആവശ്യമില്ല. എല്ലാ ചാനലും ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? പ്രണയിക്കൂ നിങ്ങൾ, പ്രണയിക്കൂ നിങ്ങൾ. 92 വയസ്സായ ഒരു സാഹിത്യകാരന്റെ പേര് ഞാൻ പറയുന്നില്ല, നമ്മളെ പറ്റി എഴുതി കളഞ്ഞൊന്ന് പേടിച്ചിട്ടല്ല, ഇതിനോ ഇരിക്കോട്ടെ, ഇതിനോട് പേടിച്ചിട്ടില്ല. ഇവിടെ ഈ കോഴിക്കോട്ട് അങ്ങാടി താമസിക്കുന്ന ഒരാളാ. ഇപ്പൊ മലയാള സാഹിത്യത്തിൽ തറഞ്ഞു നിൽക്കുന്ന ആളാ. സംസാരിക്കാൻ തന്നെ മൂപ്പനാക്കുക. അയാളോട് ചെന്നിട്ടൊരു ടി വിക്കാരൻ ചോദിച്ചു, സാർ പ്രണയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോ ഒരു കയ്യും നോക്കണമെന്നുണ്ട്, പക്ഷേ ആളെ കിട്ടാറില്ല. ഭാഷയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വായിലെ പല്ല് പോയ ഇയാളാ പറയുന്നത് പ്രണയം നല്ലതാണ്. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ ഏമാന്റെ ഭാര്യക്ക് കൊണ്ടുപോയിട്ട് ചെക്കൻ ഐ ലവ് യു ചേച്ചി കൊണ്ടൊരു ലെറ്റർ കൊടുത്താ വിവരം ശരിക്കാണ്ട് അറിയും, സാഹിത്യം പോകും, കലാപനാഥം ഒക്കെ പോകും. അപ്പൊ പ്രണയം ഉണ്ടാവില്ല. പാചകരിച്ച് കളയാൻ നിങ്ങളുടെ സഹോദരിക്ക് ലവ് ലെറ്റർ കൊടുത്താൽ, നിങ്ങളുടെ ഭാര്യയെ ഒരുത്തം കയറി ഐ ലൈക്ക് യു എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീടിന്റെ ഉമ്മരത്ത് വന്ന് നിങ്ങളുടെ ഭാര്യയുടെ മുഖത്തൊന്ന് നോക്കിയാൽ ഏത് ചട്ടശാലിയാണ് ഇത് സമ്മതിച്ചു കൊടുക്കുക എങ്കിൽ പ്രണയം നമുക്കൊന്ന് വിശാല മനസ്സോടെ ചർച്ച ചെയ്യാം. ഭാര്യയും കുട്ടി വരുമ്പോ ഹലോ പറയൂ, കൈ കൊടുക്ക, നമ്മൾ തമ്മിൽ വലിയ അടുപ്പാണല്ലോ എന്ന് പറഞ്ഞാൽ ആ സാഹിത്യകാരൻ പറയാം, നോക്കിക്കോ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറയോ? വൃത്തികെട്ട എന്തെങ്കിലുമൊക്കെ കയറി വിളിച്ചു പറയാം. ചാനൽ മുഴുവൻ, മാധ്യമങ്ങൾ മുഴുവൻ പ്രണയത്തിന് ആണിയടിക്കുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു DGP 12 വയസ്സായ പെണ്ണിനെ ബലാത്സംഗം ചെയ്തു. ജിഷിക കേസ് കണ്ടില്ലേ പത്രങ്ങളില്? 6 മാസം കോഴിത്തോലുകൊണ്ട് ആക്കിയതാ ശിക്ഷ കിട്ടിയത്. അവന് കൊടുത്ത ശിക്ഷന്റെ 12 വയസ്സായ ജിഷിക, കലാപ്രേമിയായ ജിഷികയെ ഒരു സംസ്ഥാനത്തിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആയിരുന്ന ഒരു പോലീസ് അധികാരി ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് അയാൾക്ക് കൊടുത്തത് 6 മാസത്തെ കോഴിത്തോലുകൊണ്ടുള്ള ആട്ടല. അവസാനം ഒരു പിരാന്തൻ ചെക്കനങ്ങളുടെ ഹാലടക്കി കോടതി കൊണ്ടുവന്നപ്പോ കാത്തിട്ട് കൊടുത്ത് കൊണ്ട് അതാണ് അതിന്റെ പനിഷ്മെന്റ്. നമ്മളതിനെ അപ്രിഷിയേറ്റ് ചെയ്യാല്ല കേട്ടോ. ജനാധിപത്യ രാജ്യത്തിൽ കോടതിയുണ്ട്, ഒരു നിയമമുണ്ട്, അത് പാലിക്കപ്പെടണം. ഞാൻ പറയുന്നത് ഇത് ദൂരവ്യാപകമായി വംശത്തുണ്ടാക്കുകയാണ്. ഈ പ്രണയദിനം ആഘോഷിക്കലും ഈ പ്രണയത്തെ ദേശസാൽക്കരിക്കപ്പെടലും പ്രിയപ്പെട്ടവരെ അത് മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കും. സ്വർഗഭോഗം പോലും മൗലികാവകാശമാണെന്ന് വാദിക്കപ്പെടുന്ന ഈ കാലത്ത് ഈമാനോടെ മരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വൽആഖിറത്തു ഖൈറും വഅബ്ഖാ ഇന്ന ഹദാ ലഫി സുഹഫിൽ ഊലാ സുഹഫി ഇബ്രാഹീമ വമൂസാ. അർഹമുറാഹിമായ റബ്ബിനെ മടങ്ങിയിട്ട് അതിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിലേക്ക് മടങ്ങിയിട്ട് ഈമാൻ നഷ്ടപ്പെടാതെ പ്രിയപ്പെട്ടവർ ഔലിയാക്കൾ അമ്പിയാക്കൾ അഭിനന്ദിച്ചുകൊണ്ട് മഹാന്മാരെ കാണിച്ചു തന്ന മാതൃക പിൻപറ്റിക്കോ. നമ്മുടെ നാടിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തുങ്ങൾ, മഹാനായിരിക്കുന്ന സംശയടമ അബൂബക്കർ ഇവർ രണ്ടുപേരുടെയും ഖബറല്ലാഹു സ്വർഗത്തിന്റെ ദർജ കൊണ്ട് എത്തിക്കൊടുക്കട്ടെ. ആണ് ആ മഹാന്മാരെ പോലത്തെ നേതാക്കന്മാര് നമ്മുടെ കയ്യിലേൽപ്പിച്ച പരമ്പരാഗതമായ ഇസ്ലാം, പാരമ്പര്യമായ ഇസ്ലാം, പരമ്പരാഗതമായ ഇസ്ലാം, വള്ളി പുള്ളി
പദവിക്ക് വ്യത്യാസം കൂടാ ജീവിതത്തിൽ പകർത്തി മരിച്ചു പോകണമെന്നുള്ള ചിന്ത മനസ്സെന്ന് മാറ്റിവെക്കാതെ ഉറപ്പിച്ചു നിർത്തിക്കോ. മെനിയാതെ നിങ്ങൾ കണ്ടുള്ളൂ കോഴിക്കോടിന്റെ കലാകേരളത്തിന്റെ ആദരണീയനായ നിരവധി ഗാനങ്ങളെ ഇത് നമ്മളെ സുഖിപ്പിച്ചു കളഞ്ഞ ഗിരീശേട്ടൻ ഖബറിലേക്ക് പോയില്ലേ. സിനിമാ ഗാനം എഴുതിയ ആളാണെന്ന് വെച്ചിട്ട് അസ്രായീൽ വല്ല എക്സ്റ്റൻഷനും കൊടുത്തോ. വലിയ സിനിമയ്ക്ക് തിരക്കഥയിലുള്ള ലോഹിദാസിന്റെ അടുത്തേക്ക് അസ്രായീൽ വന്നപ്പോ ഈ കഥയൊന്ന് പൂർത്തിയാക്കട്ടെ. അസ്രായീല് നടന് വാക്ക് കൊടുത്തതാണെന്ന് എക്സ്റ്റൻഷൻ അസ്രായീൽ കൊടുത്തോ. മുസ്ലിമേ അവതരിപ്പിക്കഴിഞ്ഞാൽ പിന്നീട് നോ എക്സ്ക്യൂസ്, നോ എക്സംസ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാനടക്കമല്ല, ഞാനും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുകയും അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു വെക്കുകയും ഹബീബായ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളാകുകയും ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാകുകയും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധമായ ആയത്തെന്ന് ഉദ്ബോധനം നടത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്ന